പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാൻ നൽകിയ ശക്തമായ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പാക് ഭീകര ക്യാമ്പുകൾ ഒന്നാകെ ഇന്ത്യൻ സൈന്യം ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ വിശദീകരിക്കാൻ സൈന്യം നിയോഗിച്ചത് 2 വനിതാ സൈനിക ഓഫീസർമാരെയാണ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അതിർത്തിക്കപ്പുറമുള്ള ഭീകര ക്യാമ്പുകൾ എങ്ങനെയാണ് സൈന്യം കണ്ടെത്തിയതെന്നും സൈനിക നടപടികളെ സംബന്ധിച്ചും വിശദീകരിച്ചത് കേണൽ സോഫിയ ഖുറേഷിയാണ്. ഇതോടെ ആരാണ് സോഫിയ ഖുറേഷിയെന്ന് അന്വേഷിക്കുകയാണ് രാജ്യമൊന്നാകെ. സോഫിയ ഖുറേഷിയുടെ പേര് ഇതാദ്യമായല്ല രാജ്യം കേൾക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിത ഓഫീസറാണ് സോഫിയ ഖുറേഷി. 2016 എക്സർസൈസ് ഫോഴ്സ് 18 എന്ന സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷിയായിരുന്നു. തന്റെ 35-ാമത്തെ വയസ്സിലാണ് സോഫിയ ഈ ദൗത്യം ഏറ്റെടുത്തത്. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു അത്. 2016 ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിന്റെ സമാപന ചടങ്ങിൽ സംഘത്തെ നയിച്ചതിൽ എന്താണ് തോന്നുന്നതെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ രാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിൽ അഭിമാനം തോന്നുന്നുവെന്നായിരുന്നു അവരുടെ മറുപടി. സ്ത്രീ എന്നതിനേക്കാൾ കഴിവും പ്രാപ്തിയുമാണ് സോഫിയ ഖുറേഷിയെ സൈന്യത്തിലെത്തിച്ചതെന്ന് അന്നത്തെ ആർമി കമാൻഡർ ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞിരുന്നു. ഗുജറാത്ത് സ്വദേശിയായ കേണൽ ഖുറേഷി ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. മുത്തച്ഛൻ ഇന്ത്യൻ ആർമിയിൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പാത പിൻപറ്റിയാണ് സോഫിയ ഖുറേഷിയും സൈന്യത്തിലെത്തിയത്. സൈനിക ഓഫീസറെയാണ് സോഫിയ വിവാഹം കഴിച്ചത്. 6 വർഷം UN പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്.